ഐ ടോൾഡ് യു. ഓക്കെ, ഐ ടോൾഡ് യു. പോർച്ചുഗലിന്റെ വേൾഡ് കപ്പിന് മുന്നേയുള്ള ഫ്രണ്ട്ലീസ് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? പോർച്ചുഗൽ ആർ നോട്ട്, ഓക്കെ, നോട്ട്, they are not the favorite for this world cup because they are not a team. ഓക്കെ, ഈ പ്ലേയേഴ്സ് ഇൻഡിവിജ്വലി ഓരോ ക്ലബിലൊക്കെ അമ്മാതിരി പ്ലേയേഴ്സാ, അത്രയും നല്ല ഫുട്ബോളേഴ്സ്. ആൻഡ് ഓരോ പ്ലേയേഴ്സിനെയും ഓരോ പൊസിഷനിലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ദേ ആർ ഗുഡ് എന്ന്. പക്ഷെ ഒരു വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ടൂർണമെന്റ് നേടാൻ നമ്മുടെ ഇൻഡിവിജ്വൽ എബിലിറ്റി അത് മാത്രം പോരാ. ഒരു ടീമായിട്ട് കളിക്കാൻ കഴിയണം. ആൻഡ് ആ ടീമിനെ ഓർഗനൈസ് ചെയ്യുന്ന, ആ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്ന ഒരാളുണ്ട് ബാക്കിൽ, കോച്ച് എന്ന് പറയും. കേട്ടിണോ? അയാൾ കൂടെ ഒന്ന് നന്നാവണം. എടാ, ഇത്രയും നല്ലൊരു സ്ക്വാഡ് ഉണ്ടായിട്ട് എന്തെങ്കിലും ഇന്നലെ ചെയ്തത്? പോർച്ചുഗല് ഇന്നലത്തെ 90 മിനിറ്റിൽ എന്താ ചെയ്തത്? നമുക്ക് റൊണാൾഡോനെ കുറ്റം പറയുന്നതും, റൊണാൾഡോ പോർച്ചുഗലിനെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നു, റൊണാൾഡോ കാരണം പോർച്ചുഗലിന് ഗോൾ അടിക്കാൻ പറ്റണില്ല. എടാ, ഇയൊക്കെ ഫുട്ബോൾ കളിച്ചിക്കണോ? ലൈക്ക് സീരിയസ്ലി, ഇയൊക്കെ പന്ത് കാലുകൊണ്ടൊന്ന് തൊട്ടുകണോ എൻ്റെ ലൈഫില് എന്ന്? എടാ, ഒരു 5 പൈസക്കുള്ള ഉളുപ്പുണ്ടെങ്കിൽ നമ്മളോട് തന്നെ ഹോണസ്റ്റ് ആയിട്ട് ഒരു കാര്യം, ഒരു ഫുട്ബോൾ ഒപ്പീനിയൻ പറയാനുള്ള ധൈര്യവും തൻ്റെടും ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 41 വയസ്സുള്ള ഒരാളെ മേലേക്ക് ഇന്നലത്തെ പോർച്ചുഗലിന്റെ റിസൾട്ട് ഞങ്ങൾ ഇടൂല. ഓക്കെ, ഫുട്ബോളിനെ പറ്റി ഒരു റുപ്യക്കുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയൂല. റൊണാൾഡോ കാരണമാണ് എന്ത് പോർച്ചുഗല് ഇന്നലെ ഗോൾ അടിക്കാൻ സ്ട്രഗിൾ ചെയ്തതും കോങ്കോക്കെതിരെ സമനിലായതെന്നും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ റൊണാൾഡോന് എന്ത് വേണമെങ്കിലും പറഞ്ഞു, ആളിന്റെ ഒന്നല്ല, ഞാൻ ആളെ ഡിഫെൻഡ് ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് അറിയാം, ഞാൻ എല്ലാ സമയത്തും എൻ്റെ ഉള്ളിലുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഫുട്ബോൾ ഒപ്പീനിയൻസ് ഉണ്ട്. ചിലത് മണ്ടത്തരാവും, പക്ഷെ ഞാൻ ഈ പറയാൻ പോണ കാര്യം തന്നെയാണ് ഞാൻ ഒരാഴ്ച മുന്നിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഐ ആം ജസ്റ്റ് റൈറ്റ്. ഓക്കെ, ഫാക്ടോസ്. എനിവേ, എടാ, ഇന്നലെ എന്താ പോർച്ചുഗൽ കാണിച്ചത്? 500 പാസ് ചെയ്തിട്ട് ഒപ്പണന്റ് ബോക്സിന്റെ മുന്നിൽ വരെ എത്തിയിട്ട് തിരിച്ചു പോവാ. എടാ, ഒരു ബോളും ഒരു ഒപ്പണന്റ് ഉള്ളൂ. മനസ്സിലായോ? മറ്റേ 4 സൈഡിലും പോസ്റ്റ് വെച്ചിട്ട് നമ്മൾ കളിക്കുന്ന ആ ഒരു ഗെയിം അല്ലത്. ഒരു ഒപ്പണന്റിന്റെ മുന്നേ വരെ പോയിട്ട് ഇവരെ ഫേക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് അടിക്കാന് നിങ്ങൾ എന്ത് തേങ്ങ കാണിക്കുന്നുണ്ട്? റൊണാൾഡോ ലെഫ്റ്റ് വിങ് ബ്രൂണോക്ക് പെനാൾട്ടി ബോക്സിന്റെ ഉള്ളിൽ ഒരു പാസ് ഇട്ട് കൊടുത്തിട്ടോ, ബ്രൂണോ എടുത്ത് തിരിഞ്ഞ് അങ്ങോട്ട് പോണ്. ന്യൂനോ മെൻഡസിന്റെ എന്താണിത്? എടാ, ഇപ്പുറത്തെ പോസ്റ്റ് ഇങ്ങോട്ട് പോ, അടിക്ക്. അതായത് യുണൈറ്റഡിൽ കളിക്കുമ്പോൾ കണ്ണി കണ്ട സ്ഥലത്ത് നിന്ന് ത്രൂ ബോളും മറ്റേ സാധനം കൊടുക്കാൻ ബ്രൂണോക്ക് അറിയാം. കണ്ണി കണ്ട പൊസിഷനിൽ പോസ്റ്റിക്കൊന്ന് ട്രൈ ചെയ്യാൻ ബ്രൂണോക്ക് അറിയാം. ഇതൊന്നും ഇന്നലെ ആൾ ചെയ്തിട്ടില്ല. ഓക്കെ, അത് കുഴപ്പമില്ല, അതൊരു പ്രശ്നമില്ല. പക്ഷെ റൊണാൾഡോ മുന്നിലുള്ളതുകൊണ്ടാണ് ബ്രൂണോക്ക് കളിക്കാൻ വയ്യാത്തത്. ഇതെന്താ സംഭവം എന്നറിയോ? ജാവോ നെവസിന്റെ ആ ഒരു ഗോൾ വന്നതുകൊണ്ടാണ് പോർച്ചുഗലിനെ ആ ഒരു 30 മിനിറ്റ് മറ്റൊരു തിരിച്ചടിക്കണ വരെ ഒരു ഇച്ചിരി ഒരു സമാധാനം ഉണ്ടായത്. ഓക്കെ, ഒരു കോൺഫിഡന്റ് ആയിട്ട് കളിക്കുക എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു 30 മിനിറ്റിൽ ഇവരിങ്ങനെ പന്ത് കീപ്പ് ചെയ്ത്, എടാ, ഞാൻ അങ്ങനെ നോക്കുക, ഒരു 5-6 മിനിറ്റ് ഒക്കെ ഉണ്ട് ഇവര് കോങ്കോനെ പന്ത് തൊടിയിപ്പിക്കാതെ കളിക്കണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കോങ്കോനെ സംബന്ധിച്ച് അവരുടെ മുന്നിലുള്ള അപ്പത്തെ ഒരു അജണ്ട എന്താ? അടുത്തൊരു ഗോളും കൂടെ കൺസീഡ് ചെയ്തിട്ട് ഈ കളിന്ന് പറ്റി ഔട്ട് ആവാതെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു സേഫ്റ്റി വെച്ച് കളിച്ചു. പിന്നെ ഒരു ഗോളും കൂടെ അടിച്ചാൽ പിന്നെ പറയണ്ടില്ലേനോ, അതും ഒരു അടിച്ചും ചെയ്തു. പിന്നെ കണ്ടോ, പോർച്ചുഗലിന് ആ ഒരു ഡിഫെൻസീവ് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവില്ല. ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്ത് ഡീപ്പായിട്ട് കളിക്കുന്ന ടീമിനെതിരെ പോർച്ചുഗലിന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കഴിവില്ല. അതില്ലാതെ എങ്ങനെ ഇവർ വേൾഡ് കപ്പ് ഒക്കെ അടിക്കുക? കാരണം എല്ലാ ടീമും സ്പെയിനിനെ പോലെയും ഫ്രാൻസിനെ പോലെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ പ്ലേയേഴ്സിനും അറ്റാക്ക് ചെയ്യാനോ ഒന്നും വിടൊന്നുമില്ല. ഇവർ പന്ത് പോയ 11 പ്ലേയേഴ്സും സ്വന്തം ഹാഫിൽ അവിടെ ഉണ്ടാവും പന്തിന്റെ ബാക്കില്. അങ്ങനത്തെ ടീമിനെ ബീറ്റ് ചെയ്യാൻ 500 സൈഡ് പാസും ബാക്ക് പാസും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് ഏതാണോ ടീമിലെ ബെസ്റ്റ് പ്ലേയേഴ്സ്, ന്യൂനോ മെൻസ്, ബ്രൂനോ, റഫേൽ ലിയാവു, വിറ്റീഞ്ഞ, ജാവോ നെവസ് ആൻഡ് ഫ്രാൻസിസ്കോ കൊൻസാസോ, ഇവര് മാത്രമാണ് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഈ ഒരു മാച്ചിൽ ആക്ച്വലി ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുക. ബാക്കി ഈ പറഞ്ഞ എന്താ പറയാ പോർച്ചുഗലിന്റെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ബെസ്റ്റ് ഫുട്ബോളേഴ്സ് ആ ഒരു ടീമിലാണ് നിരന്നിട്ട് ഓല് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഓരോ സൈഡിൽ നിന്ന് ഒരു നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ റൊണാൾഡോ കാരനാണ് ഈ ടീം ജയിക്കാത്തെന്ന് പറയുന്നുണ്ട്? എനിക്ക് മനസ്സിലാവണില്ല. കാരണം റൊണാൾഡോ ബോക്സിൽ പൊസിഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അയാൾ ഓൾറെഡി അവിടെ ഒറ്റയ്ക്ക് ആ പൊസിഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. 4 സെൻട്രൽ ഡിഫൻഡേഴ്സ് അല്ലെങ്കിൽ 4 ഡിഫൻഡേഴ്സിനെതിരെ അയാൾ ഒറ്റയ്ക്കാണ് ആ ബോക്സിൽ ഒരു മൂവ്മെന്റ് നടത്തുന്നത്. നിങ്ങൾ ആൾക്ക് ബോൾ കൊടുക്കണില്ല, പക്ഷെ ആ ഒരു മൂവ്മെന്റ് ആൾ ഉപയോഗിച്ചത് യൂസ് ചെയ്തിട്ട് ബോക്സിക്ക് വേറൊരു റണ്ണൊക്കെ ഒന്ന് മേക്ക് ചെയ്യുക.
ബാക്കി 3-4 അറ്റാക്കേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും ചെയ്യരുത്. ആകെ ന്യൂനോ മെൻഡസ് ആണ് ഒരു തവണ അവിടുന്ന് ഓടി വന്നിട്ട് റൊണാൾഡോ ഉണ്ടാക്കി കൊടുത്ത ഒരു പൊസിഷനിലേക്ക് പോയിട്ട് ബോക്സിന്റെ ഉള്ളിൽ എത്തിയത്. അത് മറ്റേ വാൻ ബിസാക്ക വന്നിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ടാക്കിൾ നടത്തിയ ചാൻസ് പോയി. ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ റൊണാൾഡോ പൊസിഷൻ കാണിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ റണ്ണ് മേക്ക് ചെയ്യണോ, പക്ഷെ അതൊന്നും ഇവർ യൂസ് ചെയ്യണില്ല. ഇവർ ഏതെങ്കിലും ഒരു വിങ്ങിൽ ഉണ്ടാവും 4 ആൾക്കാർ വട്ടത്തിൽ നിൽക്കണു പാസ് വാങ്ങാൻ. എടാ നിങ്ങൾ അവിടെ കളിച്ചിട്ട് എന്താ കാര്യം? അവിടെ ഒരു 5-6 പാസുകൾ കോങ്കോന്റെ ഡിഫെൻഡ് ചെയ്യാൻ പോലും വരാത്ത പ്ലേയേഴ്സിന് മുന്നിൽ ഇട്ട് കളിച്ചിട്ട് എന്താ കാര്യം? കോങ്കോ കാര്യങ്ങൾ പ്രസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഈ 500 പാസ് അവിടെ ഇവിടെ ചെയ്യണതിന് ഒരു കാര്യമില്ല. മനസ്സിലായോ? ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ എന്ത് തേങ്ങ കാണിക്കണ്ടേ? ഇതെല്ലാം കാട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരൊറ്റ ഇതുള്ളൂ. എന്തുകൊണ്ടാ പോർച്ചുഗൽ സമനിലായത്? എന്തുകൊണ്ടാ പോർച്ചുഗൽ ഗോൾ അടിക്കാഞ്ഞു? റൊണാൾഡോ. എടാ വയ്യേ, ലൈക്ക് സീരിയസ്ലി വയ്യേ. നിങ്ങൾ കളി കണ്ടിട്ട് നിങ്ങൾ പറയാണ് എന്ത് റൊണാൾഡോ കുറെ പന്ത് വാങ്ങി കുറെ മിസ്സാക്കി, റൊണാൾഡോ പൊസിഷൻ ഒന്നും കാണിച്ചു കൊടുക്കാതെ അന്തല്ലാതെ കളിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കളിയിൽ നിങ്ങൾ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ആ കളിയിൽ നിങ്ങൾ റൊണാൾഡോ കളിക്കാത്തതുകൊണ്ടാണ് പോർച്ചുഗൽ തോറ്റതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ കളി കണ്ടിട്ട് ബാക്കിയുള്ള 11 പ്ലേയേഴ്സ് എന്ത് തേങ്ങാക്കൊല അവിടെ കാണിച്ചത് എന്ന് കണ്ടിട്ട്, ഓക്കെ, പോർച്ചുഗലിന്റെ ബെസ്റ്റ് മിഡ്ഫീൽഡ് ഇൻ ദ വേൾഡ് അവരെന്തൊക്കെയാ ചെയ്തതെന്ന് കണ്ടിട്ട് നിങ്ങൾ ലാസ്റ്റ് പറയാം റൊണാൾഡോ. എടാ ഞാൻ അത്രയും ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഫുട്ബോളിന്റെ കാര്യത്തിൽ. റൊണാൾഡോ കളിച്ചിട്ടില്ലെങ്കിൽ കളിച്ചിട്ടില്ല, അണ്ണന് വയ്യാന്ന് ഞാൻ പറയുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനത്തെ ഇന്ന വരെ പോർച്ചുഗൽ അത്രയും ചടപ്പിച്ചു. അതും ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോർച്ചുഗലിന്റെ കളി കണ്ട ഇന്ന വരെ ഒരു ചടപ്പിച്ചു. കാരണം എന്താ? ഒരാകെ ചെയ്തത് പാസ് ചെയ്യുക. എടാ 100% പൊസിഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത് അപ്പുറത്ത് ഒപ്പണന്റെ പോസ്റ്റിൽ ഗോൾ അടിക്കില്ല. നിങ്ങളൊരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും എടുക്കാൻ റെഡി ആവണില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഗോൾ അടിക്കുക? മറ്റൊരെന്നെ അടിച്ചു തരുമോ? സെൽഫ് ഗോൾ വേണോ നിങ്ങൾക്ക്? ഞാനൊരു റിയാലിറ്റി ചെക്ക് തരാം. ഓക്കെ, ഒരു 100% ഫാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള ഒരാള് ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, ഇതേപോലെ ഒരു കളിയാണ് പോർച്ചുഗൽ കാഴ്ചവെച്ചതെന്നുണ്ടെങ്കിൽ, ഈ ക്രിസ്ത്യാനോക്ക് കിട്ടേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം പോർച്ചുഗലിന്റെ ബാക്കിയുള്ള പ്ലേയേഴ്സിന് കിട്ടീനും. ഇപ്പൊ ഓരൊക്കെ ഒരു സേഫ് സോണിലാ. എന്ത് സംഭവിച്ചാലും കുറ്റം റൊണാൾഡോക്ക് കിട്ടിക്കോളും. അപ്പൊ പിന്നെ ഒരു പ്രഷർ ഇല്ലല്ലോ. എടാ നിങ്ങൾ വേൾഡ് കപ്പില് പോർച്ചുഗലിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് കളിക്കേണ്ടത്. അത് പോർച്ചുഗലിന് മാത്രമല്ല ഫാൻസ് ഉള്ളത്. ലോകത്തിന്റെ മുക്കിലും മൂലയിലും നിങ്ങൾക്ക് ഫാൻസ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇനിയിപ്പോ ഓരോ സ്വന്തം കൺട്രി വേൾഡ് കപ്പ് കളിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ കൺട്രി അടിച്ചില്ലെങ്കിൽ റൊണാൾഡോന്റെ കൺട്രി പോർച്ചുഗൽ അടിക്കണം എന്ന് അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ ആഗ്രഹിച്ച് കളി കാണുന്ന ആൾക്കാരുണ്ട്. അതൊരൊറ്റ ഒരാളുള്ളതുകൊണ്ടാണ്. ഓക്കെ, റൊണാൾഡോ എന്നുള്ള ഒരു പ്ലെയർ, ഒരാള് അങ്ങനെ ഒരു ലെഗസി പോർച്ചുഗലിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള ആളുടെ കരിയറിലും കളിച്ചുണ്ടാക്കിയെടുത്ത് ആ ഒരു ലെഗസി ഉള്ളതുകൊണ്ടാണ് എന്ത് പോർച്ചുഗൽ നിങ്ങൾ ഈ കളിക്കുന്നത് ആ ഒരു ടീമില് നിങ്ങൾക്ക് ഇത്രയും ഹൈപ്പ് ഉള്ളത്, നിങ്ങളെ മേലെ ഇത്രയും പ്രതീക്ഷ ഉള്ളത്. ഇതെല്ലാം കിട്ടിയിട്ട് ആ ഒരു പിച്ചിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 7-8 മാച്ചോ കളിയുള്ള ഒരു ടൂർണമെന്റ് അത്രേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. പ്രീമിയർ ലീഗും മറ്റേ ചാമ്പ്യൻസ് ലീഗും പോലെ 10-20 മാച്ചിൽ നിങ്ങൾ എഫേർട്ട് ഇടണ്ട. 7-8 മാച്ച് അതിന് നിങ്ങൾക്ക് വയ്യേ ഒരു ഇന്റൻസിറ്റി കൊടുക്കാനും? അല്ലെങ്കിൽ എടാ ഞാന് എന്റെ ടീമിന് എന്റെ രാജ്യത്തിന് വേണ്ടി, നിങ്ങൾ റൊണാൾഡോക്ക് വേണ്ടി ഒന്ന് കളിക്കണ്ട. അതിനുള്ളൊരു ഇതും അത്രക്ക് എന്താ പറയാ, ഈ ഗ്രേറ്റ്ഫുൾനെസ്, നന്ദി എന്ന് പറഞ്ഞ സാധനങ്ങൾ അതൊന്നും നിങ്ങൾക്ക് ഇല്ല. ഈ പ്ലേയേഴ്സിനൊന്നും അതില്ല. ഓക്കെ, അതിന് മെസ്സിയും അർജന്റീനയും ഓക്കെ ലൈക്ക് ആ കാര്യത്തിൽ ഓരെ കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളൂ. അതിന് നമ്മൾ ഈ ഗ്രേറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മളൊരാളുണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നൂലേ? എടാ ഇവർക്കൊക്കെ ഈ ദിയേഗോ ജോട്ടന്റെ സംഭവം വരെ ഒരു എന്താ പറയുക PR മാർക്കറ്റിംഗ് ആണോ നിങ്ങൾക്ക്? മറ്റേ മരിച്ചൊരാളെ വെച്ചിട്ട് നിങ്ങൾ അത്രയും സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ആൾക്ക് വേണ്ടിയിട്ട്, അത് ചെയ്യും ഇത് ചെയ്യും മറ്റേത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ പിച്ചിൽ നിന്നിട്ട് എവിടെ? ഈ സ്റ്റോറീസിലും മറ്റേ പോസ്റ്റിലും ഒക്കെ ഉള്ളോ മരിച്ച? എടാ അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെയല്ല ഇവിടെ. ഓക്കെ, ആള് മരിച്ചു, ആളെ നിങ്ങൾ വെറുതെ വിടി. നിങ്ങൾ ആൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റും ഷെയറും മറ്റേ സാധനം കിട്ടി. സംഭവം അണ്ണൻ വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല. അവിടെ കളിക്കണമെങ്കിൽ ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ച് പന്ത് ബോക്സിൽ അല്ലെങ്കിൽ ബോക്സിന്റെ അടുത്തെങ്കിലും വെച്ച് ആൾക്ക് കൊടുക്കണം. ഓക്കെ, ഞാൻ കളി കാണുന്ന സമയത്തൊക്കെ അണ്ണൻ ഇറങ്ങി വരുന്നുണ്ട്, പന്ത് കൊടുത്ത് തിരിച്ച് ഓടണൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവര് തിരിച്ച് ബാക്കിക്ക് പോയി. നിങ്ങൾ ബാക്കിൽ ആരാ? നിങ്ങൾക്ക് ഓരോ പാസിനും വല്ല $10,000 തരാന്ന് എന്തെങ്കിലും പറഞ്ഞു ഈ പോർച്ചുഗൽ ഫെഡറേഷൻ? നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഒക്കെ കാണിച്ചിട്ട് ലാസ്റ്റ് റൊണാൾഡോ അല്ലെങ്കിൽ പോർച്ചുഗൽ ജയിച്ച് എടാ വൈ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്, റൊണാൾഡോക്ക് മറ്റേ കൊൺസാസോ ഇറങ്ങിയതിന് ശേഷം 1-2 കട്ട് ബാക്ക് ചാൻസസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതില് ഫസ്റ്റത്തെ ചാൻസ് ആളുടെ ബാക്കിലാ പന്ത് വന്നത്. ആളൊരു ഓപ്ഷൻ ഡിഫറെന്റ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബ്രൂണോക്ക് മേ ബി ആ ബോൾ കിട്ടുമായിരുന്നു. രണ്ടാമത്തെ ഇതേപോലെ വന്നൊരു ചാൻസ്, എടാ ഡിഫൻഡർ അത്രയും നല്ല ടാക്കിൾ നടത്തിയതാടാ റൊണാൾഡോ അടിക്കുമ്പോ. ആള് മുന്നിൽ സ്ലൈഡ് ചെയ്ത് അവിടെ എത്തി. ഇനി ഇങ്ങക്ക് എടാ ഇതെന്തെന്ന് അറിയോ, റൊണാൾഡോ കളിക്കുമ്പോൾ ഡിഫൻഡേഴ്സ് നടത്തുന്ന പെർഫോമൻസിനൊന്നും
ഒരു ഒരു വാല്യൂ ഒന്നുമില്ല. അവര് നല്ലത് ചെയ്തിട്ട് ആ ചാൻസ് ഒരു കളഞ്ഞാൽ പോലും, ആ ഒരു നല്ല ഡിഫെൻഡ് ചെയ്തിട്ട് CR7 അടിക്കുന്നത് അവർ കളഞ്ഞാൽ പോലും പ്രശ്നം CR7 മിസ്സാക്കിയെന്നാ. പക്ഷെ ബാക്കി ഏത് രാജ്യത്തിന്റെ ഡിഫൻഡേഴ്സ് നല്ല ഡിഫെൻഡിങ് ചെയ്താലും, ഇപ്പോ കേപ്പ് വെർദെ അവരുടെ കീപ്പറും മറ്റേ സ്പെയിനിനെതിരെ നടത്തിയ പെർഫോമൻസ്, അതിൽ അവരുടെ ഡിഫൻഡേഴ്സിനും കീപ്പർക്കും ഒക്കെ ഓൺലി പ്രൈസ്. ഓക്കെ, അവർക്ക് അത്രയും സപ്പോർട്ടാ. പക്ഷെ പോർച്ചുഗലിനെതിരെ ഒരു ടീം ഇതേപോലെ നന്നായി ഡിഫെൻഡ് ചെയ്ത് കീപ്പറും സേവ് ചെയ്ത് ഇങ്ങനെ അണ്ണന്റെ ചാൻസസ് ഒക്കെ ഒരു തടഞ്ഞാ അത് അണ്ണന് വയ്യാത്തോണ്ടാ. അപ്പൊ ഈ ഡിഫൻഡേഴ്സ് എന്താ മറ്റേ മാങ്ങ പറിക്കാൻ നിൽക്കുകയാണ് അവിടെ ഒരു ചെയ്തിനൊരു അപ്രൈസിലും മറ്റേ പുകഴ്ത്തലൊന്നും ഇല്ലേ? എപ്പോഴും അണ്ണന്റെ മണ്ടക്ക് തന്നെ. ഞാൻ പറയാം, അണ്ണന്റെ കുറെ കഴപ്പുണ്ട് ഇതിൽ. ഓക്കെ, അണ്ണന്റെ കുറെ സംഭവങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്രയും ഹെയ്റ്റ് ആക്കി വരുന്നത്. അതൊക്കെ ശരിയാ. എങ്കിൽ പോലും ഈ ഹെയ്റ്റ് കൊടുക്കണീന് ഒരു കാരണം വേണ്ടേ? ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ എടാ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ ഫുട്ബോൾ ഫാൻസ് പറഞ്ഞാലേ നടക്കുന്നുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് അറിയാലോ, വേൾഡ് കപ്പ് ആണ്, റൊണാൾഡോ 41 വയസ്സുള്ള ഒരാളാണ്, ആളുടെ ഒരു ഫൈനൽ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. എടാ നിങ്ങൾ അത് കണ്ടിട്ട് ആളെങ്ങനെ കുനിഞ്ഞു നിൽക്കൊന്നും വേണ്ട. ഓക്കെ, ഇങ്ങനെ കൂപ്പ് കൈയിട്ട് ആൾ ചെയ്യണ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട. ബട്ട് ഒരു സിറ്റുവേഷൻ അറിഞ്ഞിട്ട് വേണ്ടേ വെറുതെ ഇത് അണ്ണന്റെ തലയ്ക്ക് ഇടാന്? ഞാൻ അങ്ങനെ കേട്ടോ, ഞാൻ ഉള്ളത് പറയാ. ഇങ്ങക്ക് ഇല്ല അത് വിട് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവര് റൊണാൾഡോ മിസ്സാക്കി എന്ന് പറയുന്ന ചാൻസസ് ഒക്കെ കാണുമ്പോഴാണ് നിങ്ങൾ ഫുട്ബോൾ കണ്ടിട്ട് തന്നെയല്ലേ സംസാരിക്കല്? കഴിഞ്ഞ ദിവസമല്ലേ എംബാപ്പെ ഫസ്റ്റ് ഹാഫിൽ അത്രയും ക്ലിയർ കട്ട് ചാൻസസ് മിസ്സാക്കി 2 ഗോൾ പിന്നെ അടിച്ചിട്ടാണ് നിങ്ങൾ എംബാപ്പെ വേഴ്സസ് ഹാളണ്ട്, എംബാപ്പെ 2 അടിച്ചപ്പോ മെസ്സി 3 അടിച്ച് റിപ്ലൈ കൊടുത്തു എന്നൊക്കെ പറഞ്ഞത്. എടാ എംബാപ്പയ്ക്ക് ഫ്രാൻസിന്റെ പ്ലേയേഴ്സ് അത്രയും ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ഓരോ 5 മിനിറ്റിലും ഓരോ ചാൻസ്. അതുകൊണ്ടാണ് ആ 2 അടിച്ചത്. ഇനിയിപ്പോ ഹാളണ്ട് ആണെങ്കിൽ പോലും മറ്റേ 2 ഗോൾ അടിച്ചു, അതിന് മുന്നത്തെ ലാസ്റ്റ് ഫ്രണ്ടിലാക്കുന്നത് 2 ടച്ചോ അങ്ങനെ എന്തൊക്കെ ഉള്ളേനും. അപ്പോഴൊന്നും ആർക്കും പ്രശ്നമില്ല, ഈ കുഞ്ഞ് യങ് പ്ലേയേഴ്സ് ഇങ്ങനെ ചെയ്തതിനു ശേഷം. പക്ഷെ എപ്പോഴും അണ്ണന്റെ മണ്ടൊക്കെ, എടാ ഇന്നലത്തെ പോർച്ചുഗലിന്റെ ആ ഒരു 11ക്ക് ഹാരി കെയിനെ കൊണ്ടിട്ടാ പോലും ആള് സ്ട്രൈക്കർ ആയിട്ട് കളിക്കാന്നുണ്ടെങ്കിൽ ആളൊന്നും ചെയ്യൂല. കാരണം ആളും ഇതേപോലെ ബാക്കിൽ വന്ന് പന്തെടുത്ത് കൊടുക്കാൻ മുന്നിലപ്പോ ആളുണ്ടാവില്ലല്ലോ. ഹാരി കെയിൻ അല്ലേ ആ ഒരു സ്ട്രൈക്കർ. ഇനിയിപ്പോ ഹാളണ്ടിനെ കൊണ്ടിട്ടാലും കാര്യമൊന്നും ഉണ്ടാവില്ല. എങ്ങനെ എനിക്ക് സത്യം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവാത്തോണ്ടാ. ഇപ്പോഴും ഞാൻ പറയാ, അണ്ണൻ ഈ വേൾഡ് കപ്പിലെ ഒരു ടോപ്പ് 30 പ്ലെയർ പോലും അല്ല. ഓക്കെ, ആളുടെ ഇപ്പത്തെ ഒരു എബിലിറ്റി വെച്ചിട്ട് ഹി ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. ആള് വിചാരിച്ച ഒറ്റക്ക് പോർച്ചുഗലിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ കഴിയുന്നോ? ആളൊന്ന് മറ്റേ പണ്ടത്തെ പോലെ ഐ ആം ഹിം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഭവം ഇട്ടാ ഒരു മണ്ണാങ്കട്ടി നടക്കാൻ പോണില്ല. ഇൻഡിവിജ്വലി ആളെ കൊണ്ട് കഴിയൂല. ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നിട്ടും അതായത് ഞാൻ അത്രയും ഹോണസ്റ്റാണ് നിങ്ങൾ എടുത്ത് ഈ ഒരു എക്സ്പെക്ടേഷന്റെ കാര്യത്തിലാണെങ്കിലും അണ്ണന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്നലത്തെ മാച്ചില് അത് അണ്ണന്റെ ഫാൾട്ട് അല്ല. ഓക്കെ, ആളെ കൊണ്ട് ആളുടെ ഡ്യൂട്ടി ആൾ അവിടെ ചെയ്യുന്നുണ്ട്. അതല്ലാതെയും കുറെ കാര്യങ്ങൾ ആൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ പന്ത് കൊടുക്കണില്ലെങ്കിൽ, അല്ലെങ്കിൽ ആളുടെ ചുറ്റും വരുന്ന ഡിഫൻഡേഴ്സിനൊക്കെ ആള് വലിച്ചു പോയി കഴിഞ്ഞിട്ടും ഇവർക്ക് ഒരു അറ്റംപ്റ്റ് പോസ്റ്റ് നടത്താൻ വയ്യേ. എന്നിട്ട് എങ്ങനെ ഇക്കത്തുള്ളൂ? നിങ്ങൾ എങ്ങനെ ഇത് റൊണാൾഡോ എന്ന് പറയുന്നത്? പോർച്ചുഗലിന് വയ്യ നിങ്ങൾ പറഞ്ഞോ? പോർച്ചുഗലിന്റെ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും കൂടെ ചേർന്ന് ഇൻക്ലൂഡിങ് റൊണാൾഡോ ഒരു മര്യാദക്ക് കളിക്കാത്തതുകൊണ്ട് പോർച്ചുഗൽ ജയിച്ചില്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? അത് ട്രൂ, അത് ശരി, അത് നിങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്ത് നരേറ്റീവായി പറയുന്നുണ്ട്? CR7 കാരണം പോർച്ചുഗൽ തോറ്റു, CR7 ഇല്ലെങ്കിൽ പോർച്ചുഗൽ ഒരു 10 കോങ്കോക്ക് എതിരെ അടിച്ച് ഒലത്തീനും. ഒരു കളിച്ച സെയിം കളിയാണ് കളിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉണ്ടംപോയും ചായ ഉണ്ടാക്കിനു. ഇതിനിടയിൽ ഗോൺകാലോ റാമോസിനെ ഇവർ പിച്ച് കറക്കിനു സെക്കൻഡ് ഹാഫിൽ കുറച്ചു നേരം. അടാ റാമോസ് ഒക്കെ പന്ത് തൊട്ടോ? റാമോസ് പന്ത് തൊട്ടോ? ഒരു 2 സ്ട്രൈക്കേഴ്സ് അപ്പാടെ ഉണ്ട്. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഇല്ല. എന്തുകൊണ്ടാ? അത്രക്കുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും മണ്ണാങ്കട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ്സിൽ പറയ്. ഇപ്പൊ ഞാൻ മീമൊന്നും ഇട്ടില്ല എന്ന് പറയണ്ട. ബൈ ബൈ.